വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ജേണലും ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് വിളിക്കാം? ഒരു ജേണൽ ടൂർ, അതല്ലെങ്കിൽ ഫ്ലിപ്പ് ത്രൂ, ജേണൽ ഫ്ലിപ്പ് ത്രൂ എന്നൊക്കെ പറയാം. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതേപോലത്തെ ഒരു 5-6 ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ ഈ ഒരു ബുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 2023 ലാസ്റ്റിലൊക്കെയാണ്. പക്ഷെ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് ഈ ഒരു വർഷമാണ് കേട്ടോ. ഇതിലിപ്പോ ഞാൻ കാണിക്കാൻ പോകുന്നതില് പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ ഇതിൽ കുറേ ചെയ്തത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കാണാനുള്ള കാരണം. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഓർഡറിലൊന്നല്ല ചെയ്യല്. എനിക്ക് തോന്നുന്ന ഒരു പേജ് എടുത്തിട്ട് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ചെയ്യുന്ന പല പേജസും നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാട്ടോ. പിന്നെ നിങ്ങൾ കാണാത്തതും ഉണ്ടാവും. കാരണം അത് അതിന് മുന്നേ ചെയ്തതാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കാണാത്തത്. പിന്നെ ഇനിയിപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതേപോലെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് അതേ മോഡലിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെയുള്ള ആൾക്കാരെ എങ്ങനെ ചെയ്ത ആ ഒരു മോഡലൊക്കെ നോക്കിയിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു മോഡൽ നോക്കാം, എന്നിട്ട് അതിക്ക് നമ്മളൊരു ക്രിയേറ്റിവിറ്റിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇടണം. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പൊ അതല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നത് നമുക്ക് അപ്പം തോന്നിയ ഒരു ഐഡിയക്ക് വെറുതെ ഇങ്ങനെ കുറെ സാധനങ്ങൾ കൂട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യും. അപ്പൊ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതൊക്കെ നമ്മൾ കളർ തീമിൽ ചെയ്തതാട്ടോ. ഈ ഒരു ബുക്കിൽ ഞാൻ കുറെ ഇങ്ങനെ കളർ തീമിൽ ചെയ്തതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ അല്ലാത്തതും ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ എനിക്കിഷ്ടം ഒരു വിന്റേജ് തീമിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചിട്ട് ഞാൻ കുറെ കളർ തീമിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാല് നമ്മൾ ഈ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സപ്ലൈസ് വെച്ചിട്ട് ചെയ്യണ ജേണൽ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ വേറെ രസമാണ്. അപ്പൊ അതും ഉണ്ട് കേട്ടോ ഇതില്. ഇതെനിക്ക് സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ടേനി. അപ്പൊ അതിങ്ങനെ തലങ്ങും വിലങ്ങും ഒട്ടിച്ചേനി. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന്റെ വീഡിയോ എടുത്തിനി. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോ ഇതിപ്പോ എന്താ അപ്ലോഡ് ചെയ്യാൻ മാത്രം ഒന്നും ഇല്ലല്ലോ തോന്നിട്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ കാണാൻ ഒരു രസമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഒരു യെല്ലോ തീമിലുള്ള ചാനലാണ്. നമ്മൾ ഇതിന്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് ബ്രൗൺ തീമിൽ വരുന്ന കുറച്ച് സപ്ലൈസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ ഒക്ടോബർ മന്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ ഒക്കെ വീഡിയോ ഉണ്ട് കേട്ടോ, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ ബീച്ചിൽ പോയിരുന്നിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിനല്ലോ. അപ്പൊ അതിലുള്ള ഒന്നേനി. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ ആണ് ലാസ്റ്റ് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി കേട്ടോ. അടിപൊളിയാണ്. കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാട്ടോ. പിന്നെ ഇത് നമ്മളൊരു റെയിനി തീമിന്റെ ചെയ്തിട്ടുള്ളത്. ഇനി അന്ന് ശരിക്കും പുറത്ത് മഴ കേട്ടോ. ഞാൻ അതിനൊക്കെ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനി. പിന്നെ ഇത് വിന്റേജ് തീമിൽ ചെയ്തതേനി. വീഡിയോയിൽ കാണാൻ വലിയൊരു മെനൊന്നും തോന്നുന്നില്ല, പക്ഷെ എടുത്തുനിന്ന് കാണാൻ ശരിക്കും നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഹാൻഡ് മെയ്ഡ് സപ്ലൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിനെയല്ലോ ജേർണലിങ്ങിന്റെ. ഓക്കെ, അപ്പൊ അതിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തതാണിത്. ഇതും അടിപൊളി. പിന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഈ മന്തിന്റെ തീമിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ മന്തിന്റെ തീമിൽ ഒരു മൂഡ് ട്രാക്കറും ഉണ്ടാക്കിനി കേട്ടോ. അപ്പൊ അതൊക്കെ പോയിട്ട് കണ്ടുനോക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു ബുക്കാണ് ഞാനിപ്പോ ലാസ്റ്റ് ഈ ഒരു 2024 ചെയ്ത് തീർത്തിട്ടുള്ള ബുക്ക്. അപ്പോ ഇതിൽ പല വീഡിയോസും ഇനിയും ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പോഴത്തെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതേപോലെ നിങ്ങളും ഒരു നെക്സ്റ്റ് ഇയർ എങ്കിലും ചെയ്ത് തുടങ്ങാത്തവരാണെങ്കിൽ ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് അപ്പൊ തോന്നുന്ന എന്തെങ്കിലും തോട്ട്സ് ആയിക്കോട്ടെ, ഫീലിങ്സ് ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഇനിയിപ്പോ നമുക്ക് ഡയറി എഴുതുന്ന പോലെയും ഒക്കെ എഴുതാൻ പറ്റും. പിന്നെ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിനി ഹാരി പോട്ടർ തീമിൽ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് ഞാൻ കോഫി തീമിൽ ചെയ്തതാട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് മിനിയാന്നാണ് ചെയ്യുന്നത്.
ഇതിൻ്റെ ഒക്കെ വീഡിയോ വരാനുണ്ട്, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു പർപ്പിൾ തീമിൽ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ ചോദിക്കും പർപ്പിൾ തീമിൽ ചെയ്യോ ലാവൻഡർ തീമിൽ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഹാരി പോട്ടർ തീം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ചെയ്യണം. അപ്പം അതങ്ങനെ. പിന്നെ ഇതിപ്പോ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് പേജ്. ഈ ഒരു ലാസ്റ്റ് പേജിൽ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതങ്ങനെ പോയി കാണണം കേട്ടോ. അപ്പോ ഇതാണ് നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കറന്റ് തീർത്തിട്ടുള്ള ഒരു ബുക്ക്. അപ്പോ ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് കേട്ടോ. ഇതിൽ ഞാൻ കുറേ നല്ല ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇനിയാണ് മക്കളെ മെയിൻ സാധനം. ഇതാണ് എൻ്റെ ആദ്യത്തെ ജേണൽ ബുക്ക് കേട്ടോ. പിന്നെ ഈ ബുക്ക് ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതേപോലത്തെ ബുക്കൊക്കെ ചാനലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബുക്ക് തുറക്കുമ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു ഹായ് കാണാം. പിന്നെ ഇത് നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല റെസ്പോൺസ് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതാണ് ഞാൻ സെക്കൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് തേർഡ്, ഇതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാണാൻ നല്ലൊരു പ്രത്യേക ഒരു രസമില്ലേ. പിന്നെ ഇതിലുള്ളത് കൂടുതലും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ, അതായത് നമ്മളെ ബുക്കിലെ പേജസ്, മാഗസീൻസ്, ഓരോ കട്ടിങ്സ്, പിന്നെ ഇതൊക്കെ വെച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തേതല്ലേ, അപ്പൊ നിങ്ങളും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണുള്ള കാണുന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ചെയ്താൽ മതി. ക്യാഷ് കൊടുത്ത് കുറെ സാധനങ്ങളൊന്നും മേടിക്കണം എന്നില്ല. പിന്നെ നമ്മളെ കയ്യിലുള്ള കുറച്ച് പെൻസിലും കളർ പെൻസിൽ കേട്ടോ, അതും കളർ പെന്നും സ്കെച്ചും ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ആദ്യമായിട്ട് ചെയ്യണോലാണെന്നുണ്ടെങ്കിൽ വേറെ ഉള്ളതൊക്കെ നോക്കിയിട്ട് അതേപോലെ ചെയ്യാൻ നോക്കുക. അതായത് പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ആ ഒരു ഐഡിയ ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം കേട്ടോ. അപ്പോ ഇതാണ് എൻ്റെ ആദ്യത്തെ ബുക്ക്. പിന്നെ ഇതൊന്നും മെയിൻ ചെയ്യണ്ട, ഇതൊക്കെ ഞാൻ വെറുതെ ഓരോ പിരാന്ത് അപ്പം വെറുതെ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ചെയ്തുണ്ടാക്കിയതാണ്. എനിക്ക് തന്നെ അറിയില്ല, ഇപ്പൊ കാണുമ്പോൾ അയ്യേ എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് വിന്റേജ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കട്ട് ചെയ്താണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോരു വല്ലാത്തൊരു ഭംഗിയൊക്കെ തോന്നി. ഇതിപ്പോ കഴിഞ്ഞിട്ടോ നമ്മളെ ബുക്ക്. അപ്പോൾ ഇത് ഞാൻ എന്നോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു കോട്ട് ആയിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തതേനി. പിന്നെ ഈ ഒരു ബുക്കിന്റെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ബൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇത് എൻഡ് ചെയ്ത ഒരു വർഷം കൂടി കൊടുത്തിട്ടുണ്ട്. 2020 സ്റ്റാർട്ട് ചെയ്ത ബുക്കാണെങ്കിലും 2021 കഴിയുന്നത്. അത്രത്തോളം പയപ്പാണല്ലോ. അപ്പൊ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു മിനി ബുക്കാണ് കേട്ടോ. ഈ ഒരു മിനി ബുക്ക് കാണിക്കുമോ എന്ന് ചോദിച്ചിനി ഷോർട്സിൽ ഞാൻ ഇതിൽ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ. ഇതും ഞാൻ എന്നോ ചെയ്ത ബുക്കാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ 2 വർഷം ആയിട്ടുണ്ട്. അന്ന് എടുത്ത വീഡിയോ ആണ് ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിലും ഭയങ്കര ഈസി ആയിട്ട്, അന്നൊന്നും നമ്മളെ കയ്യിൽ ഇങ്ങനെ മേടിക്കാനുള്ള സാധനങ്ങളൊന്നും കിട്ടൂലല്ലോ, അതിനുള്ള ക്യാഷും ഉണ്ടാവൂല. അപ്പൊ ഇപ്പോഴല്ലേ അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പൊ അന്നും ഞാൻ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബിഗിനേഴ്സിനൊക്കെ ഇതിൽ ഏതെങ്കിലും ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അതേപോലെയൊക്കെ ചെയ്യാൻ പറ്റും. കാരണം സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാവുമല്ലോ. ഇത് റോസാപ്പൂവിന്റെ പെറ്റൽസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ്. പിന്നെ ഈ ഒരു ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇതേപോലെ മിനി ബുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു മിനി ബുക്കിൽ ചെയ്യുന്നതിന്റെ സുഖം എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനം മതി, കുറച്ച് ടൈം മതി, പിന്നെ എളുപ്പം ചെയ്യാനും പറ്റും. അപ്പൊ അതാണ് മിനി ബുക്കിൽ ചെയ്യുന്നോണ്ടുള്ള ഗുണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞാൻ എന്നോ ഉണ്ടാക്കിയിട്ടുള്ള ബുക്കാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കുറച്ച് നമ്മൾ ചെയ്ത് 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 പേജസ് ഒക്കെ കയ്യിൽ പൂർണ്ണ കോലത്തിലായിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, ഇത് രണ്ടും ഞാൻ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോ ഇതോടുകൂടി കഴിഞ്ഞ് ലാസ്റ്റ് പേജിൽ ഞാൻ പിന്നെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു മിനി ചാനൽ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇനി അടുത്ത ബുക്ക് നോക്കാം. ഈ ഒരു ബുക്ക് ഞാൻ സത്യം പറഞ്ഞാല് പെയിന്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് മേടിച്ചത്. ഇനി
ആ ഒരു ടൈമിലാണ് ഞാൻ ഇൻസ്റ്റയിൽ കാണുന്നത്. ഒരു ഫോറിൻ കൺട്രിയിലുള്ള ആളാണ് തോന്നുന്നത്, ഇങ്ങനത്തെ ബുക്കിൽ ജേണൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എന്താ ഇതേപോലത്തെ ബുക്കിൽ ചെയ്താലെന്ന് തോന്നി, അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ബുക്കിൽ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ ഇയർ ആണ് തോന്നുന്നത് കുറച്ച് സപ്ലൈസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ജേർണലിംഗ് ചെയ്യാനുള്ള ഒരു ബ്രൗൺ തീമില് വിന്റേജ് തീമിലൊക്കെ വരുന്നത്, അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഇതിൽ കൂടുതലും കാണാട്ടോ. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഇയർ ആണ് കേട്ടോ, ഈ ഇയർ ചെയ്തതല്ല. ഇനിയിപ്പോ നിങ്ങൾ കാണാൻ പോകുന്നതിൽ പലതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് കേട്ടോ, അതായത് പേജസ് ആണ് എന്ന്. കാരണം നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണല്ലോ, അപ്പൊ പിന്നെ അതിൻ്റെതായിട്ടുള്ള ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോ അതിൽ ഒന്നാണ് ഇത്. ഇതിൽ കുറച്ചൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്തു നോക്കുമ്പോൾ വേറൊരു രസം. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കലുണ്ട്, എല്ലാം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കും. ഇപ്പൊ നിങ്ങൾ ഞാൻ ചെയ്തതൊക്കെ കണ്ട് ബോറടിച്ചോ, അതോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടർ അടിച്ചോ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണ ഇതൊക്കെ കണ്ടിട്ട്? ഇനിയിപ്പോ നമുക്ക് ഈ ബുക്കിലെ ജേണൽ മാത്രല്ല കേട്ടോ വരുന്നത്, വേറെയും കുറച്ച് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ ഇടയിലും ജേണൽ വരും. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു നീട്ടണില്ല, നിങ്ങൾ എന്നെ കണ്ടു നോക്കുക. ഇതൊക്കെയാണ് ഞാനപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഐറ്റംസ്. അതൊക്കെയാണ് എൻ്റെ കുറച്ച് അത്ഭുതമായിട്ടുള്ള കലാവാസനകള്. അപ്പോ ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയിലും കുറച്ച് ജാണലൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റിൽ തന്നെ, എനിക്ക് അങ്ങനെ ഒരു ഓർഡർ ഒന്നുമില്ല, കിട്ടുന്ന പേജിൽ ചെയ്യും. ഓക്കെ. പിന്നെ ഞാൻ ഈ ബുക്കിൽ കുറച്ച് പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പെയിന്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേനല്ലോ. അപ്പൊ അന്ന് ആദ്യം ചെയ്തിട്ടുള്ളത് ഇനി ഇതൊക്കെ. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബുക്ക് നോക്കിയാലോ? ഈ ഒരു ബുക്ക് ഞാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ ഈ ബുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ഇതിന്റെ ചട്ട വൈറ്റ് കേട്ടോ, ഇതിന്റെ അടുത്തുനിന്ന് ചളിയൊക്കെ പിടിച്ച് ഇതിന്റെ കളറാണ് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ പേജ് ഇങ്ങനെയാണ്. ഈ ബുക്ക് ഭയങ്കര നല്ല ഭംഗിയുള്ള ഒരു ബുക്കാണ്. ഇതിൽ മുന്നിലുള്ളത് കൊറിയൻ ആണോ അതോ ചൈനീസ് ആണോ എന്നറിയില്ല, എന്തായാലും നല്ല അടിപൊളി ബുക്ക്. ഇതില് വരയുള്ള പേജും വരയില്ലാത്ത പേജും ഒക്കെ ഉണ്ട്. അടിയിലും നടുവിലും ഒക്കെ ആയിട്ട് കുറച്ച് പൂച്ചക്കുട്ടികളും ഉണ്ടാവും. പിന്നെ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കാട്ടോ ഇത്. ആകെ ഞാൻ ഈ ബുക്കിന്റെ ഭംഗി കാരണം ഒരു 3-4-5 ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് അങ്ങനെ ഈ ബുക്ക് കണ്ട് കേട് വരുത്താൻ തോന്നിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ചെയ്യണ്ടെന്ന് കരുതി. പിന്നെ ഞാൻ വിചാരിച്ച് ഈ ബുക്കിൽ ഇനിയിപ്പോ ഒരു റീഡിങ് ചാനൽ തുടങ്ങിയാലോ എന്ന്. ഞാൻ എല്ലാ മാസവും ബുക്ക് വായിക്കും കേട്ടോ, എനിക്ക് ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു മാസം ഒരു 3 ബുക്കോ അതല്ലെങ്കിൽ 2 ബുക്കെങ്കിലും വായിക്കും. അപ്പൊ അങ്ങനെ ഞാൻ തുടങ്ങാ വിചാരിച്ച്. അങ്ങനെ ഞാൻ കഴിഞ്ഞ കൊല്ലം ആടുജീവിതം ഉണ്ടല്ലോ, ആ ബുക്ക് വായിച്ചപ്പം ആ ഒരു ഇതിൽ ഞാൻ അതിൻ്റെ ഒരു സമ്മറി പോലൊക്കെ എനിക്ക് തോന്നിയതൊക്കെ ഞാൻ അങ്ങനെ എഴുതി വെച്ച്. പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. പിന്നെ ഞാൻ ഈ ബുക്ക് ഇപ്പോഴാട്ടോ തുറന്നു നോക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ബുക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന്, ആ ബുക്കിന്റെ സൈഡിലൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ഒരു ബുക്ക് നോക്കാം. ഇത് സത്യം പറഞ്ഞാല് കുറെ കാലം മുന്നേ ഞാൻ യൂസ് ചെയ്തതാണ്. ഇതിലിപ്പോഴും കുറേ പേജ് ഉണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്കിപ്പ് ചെയ്യാം. ഇതിൽ കുറെ പേജ് ഉണ്ടെങ്കിലും എനിക്ക് പിന്നെ ഈ ബുക്ക് അത്ര കട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി മാറ്റിയ ബുക്കാണ്. ഞാൻ ആദ്യം കാണിച്ചില്ല എന്റെ ഫസ്റ്റത്തെ ജേണൽ ബുക്ക് എന്ന് പറഞ്ഞിട്ട്, ആ ഒരു ബുക്ക് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബുക്കാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലും അതേപോലെ തന്നെ കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സപ്ലൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറേ ജേണലിംഗ് ആണ് കാണാം. വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് എന്താ പറയാ ലാസ്റ്റിക് ഒക്കെ ഉണ്ടാവും കേട്ടോ, സ്റ്റാൻഡേർഡുള്ള ഐറ്റംസ് ഒക്കെ. ഇത് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് മാഗസിനിലൊക്കെ കിട്ടുന്ന കുറച്ച് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്താം. ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ് ടൈമിൽ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതിന്റെ ഇടയിലൊക്കെ കുറച്ച് രസമുള്ളതൊക്കെ ഉണ്ടാവും.
ഇതൊന്നും ഞാൻ എവിടെ നോക്കിയിട്ട് ചെയ്തതല്ല, എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തതാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാന് ഒരു രസമൊക്കെ തോന്നണില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയതാണ് ഇതേപോലെ മറിച്ച് നോക്കണെന്നുണ്ടെങ്കിലോ ആ ഒരു ഫീൽ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഇയർ ഒക്കെ എടുത്ത് നോക്കുമ്പോഴേ അപ്പൊ കിട്ടുന്ന ആ ഒരു ഫീൽ വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലെ ഒരു ബുക്ക് ഉണ്ടാക്കിയാൽ മതി, നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ളതിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ എപ്പം ബുക്ക് വാങ്ങുമ്പോഴും കുറച്ച് കട്ടിയുള്ള പേജസ് നോക്കിയിട്ട് വാങ്ങണം. ഒരു GSM 100 ഉള്ളത് മേടിക്കാൻ നോക്കാം. പിന്നെ ഈ ഒരു ബുക്ക് എൻ്റെ കസിൻ എനിക്ക് രാജസ്ഥാനിൽ കൊണ്ടുവന്ന ബുക്കേനി. ഞാൻ ഈ ഒരു പേജ് ചെയ്യുന്നത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിൽ ഞാൻ ആകെ 2 പേജസ് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ ബീച്ചിൽ പോയപ്പോൾ ചെയ്തത്. അപ്പൊ അത്ര തന്നെ ഇതിലുള്ളൂ. ഇതിൽ ഇതേപോലെ കുറെ പേജസ് ഉണ്ട്. ഇത് ഭയങ്കര ചെറിയൊരു ബുക്കാണ് കേട്ടോ. ഇതൊക്കെ ഇനി നമുക്ക് ചെയ്യണം. പിന്നെ ഇനി നമ്മൾ റീസെന്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബുക്കാണ് ഇത്. ചാനലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോയിങ് പേജസ് ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ ഇതുണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കയറി കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതേപോലത്തെയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.